കഴിഞ്ഞ 25 വർഷം പിന്നോട്ടടിച്ചിരിക്കുകയാണ് ഈ വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം. അന്നം മുട്ടിയിരിക്കുകയാണ്. പലരും വ്യാപാര സ്ഥാപനങ്ങൾ നിർത്തി നാട് വിടേണ്ട അവസ്ഥ വന്നു. മന്ത്രി തീരെ പരാജയമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രി പിന്നെ എല്ലാ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് പൊളിച്ചിട്ടേക്കുവാണ്. എന്നാൽ അവർ MLA ആയിട്ട് നിന്ന സമയത്തുള്ള പോലുള്ള പ്രവൃത്തി ഇതൊന്നും ഇപ്പം ഇല്ല. പെട്രോൾ അടിച്ചോ എല്ലാം ടാക്സ് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഇത്രയും വണ്ടി ഓടുന്നു, റോഡ് നന്നാക്കുക. മോശപ്പെട്ട നിലയിലാണല്ലോ പോകുന്നത്. ഞങ്ങൾ നിൽക്കുന്നത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ മണ്ഡലമായ ആറന്മുളയിലെ പത്തനംതിട്ടയിലാണ്. വീണ ജോർജിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് ഞങ്ങളിവിടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആറന്മുളയുടെ ജനപ്രതിനിധി എന്ന നിലയിൽ മന്ത്രി വീണ ജോർജിനെ എങ്ങനെ വിലയിരുത്തുന്നു? വീണ ജോർജ് ഞങ്ങളുടെ ആറന്മുള മണ്ഡലത്തിലെ MLA ആണ്. ഞങ്ങൾക്ക് അവരെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. എന്ത് കാര്യം നമ്മളെന്ന് പറഞ്ഞാലും പുള്ളി അത് സാധിച്ചു തരും. ഒക്കുമെങ്കിൽ ഇല്ലെന്നൊന്നും പറയത്തില്ല. ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ്. അവർ പിന്നെ ഇടതുപക്ഷം അങ്ങനെ ഞങ്ങൾക്ക് ആ MLA ആയിട്ട് നല്ല അവരിവിടെ നിന്ന് ജയിച്ചത് മൊത്തം ആറന്മുള നിന്ന് അവർ ജയിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞാലും നമുക്കത് സാധിച്ചു തരില്ല. അവരെക്കുറിച്ച് ഒന്നും കുറ്റമൊന്നും ഞങ്ങൾ പറയത്തില്ല. നല്ല പ്രവർത്തനമൊക്കെയാണ്. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് പുള്ളിക്കാരി വരുന്നത്. ഞങ്ങൾക്ക് ഈയിടെ അയ്യങ്കാളിയുടെ ജന്മദിനത്തിൽ സാറ് വന്നായിരുന്നു. നല്ല പ്രസംഗമൊക്കെ ആയിരുന്നു. നല്ല പ്രവർത്തനം. നല്ല പ്രവർത്തനമാണ്. ആരോഗ്യമേഖല നല്ല പ്രവർത്തനമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലായാലും നോക്കി അറിയാം, അവിടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലും ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം ഇപ്പോൾ നല്ല ഹൈ ക്വാളിറ്റിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർ പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയക്കാർ ഭരിക്കുമ്പോഴും ഉണ്ടാകുന്നതാണ്. അതിനെ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതെന്നേ കാണാൻ പറ്റൂ. അല്ല വ്യക്തിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ ജോർജ് നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ശൈലജ ടീച്ചറിൻ്റെ കൂട്ട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ വീണ ജോർജിനെ കൊണ്ട് ഒക്കുന്നില്ല. ശൈലജ ടീച്ചർ ഇരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഏത് മെഡിസിൻ വേണമെങ്കിലും നമ്മളിപ്പം പിന്നെ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ അതുണ്ട്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരിയൊക്കെ എഴുതി അങ്ങ് വെളിയിൽ കൊടുക്കുക. നമ്മൾ ചില മെയിനായിട്ട് പിന്നെ ഇപ്പം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പറയും, സാറേ അത് ഈ മെഡിസിൻ ഇവിടെ ഇല്ല, നമ്മൾ വെളിയിലോട്ട് എഴുതുക, ആവശ്യക്കാരില്ല, നമ്മൾ പോയി വാങ്ങിച്ചല്ലേ ഒക്കത്തുള്ളൂ. അപ്പോൾ അവർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളൊക്കെയാണല്ലോ. കാരണം GST മറ്റു കാര്യങ്ങൾ ഇതൊക്കെയായി പിന്നെ അവർ കൂടുതൽ ചാർജ് അവർ വാങ്ങിക്കും. ഈ മെഡിക്കൽ സ്റ്റോറുകാർ. അപ്പം പിന്നെന്ന് പറയുന്നത് ഇപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ അടച്ചിട്ട കുറച്ച് ക്യാഷ്യൂ ഫാക്ടറികളുണ്ടായിരുന്നു. ആ ഫാക്ടറികളിൽ 2500 രൂപ വെച്ച് ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു ഗവൺമെൻറ്. പക്ഷേ ഇപ്രാവശ്യം ആർക്കും അത് കിട്ടിയിട്ടില്ല. ഇപ്പം ഇവിടുത്തെ ബസ് സ്റ്റാൻഡൊക്കെ ഇതായിട്ടൊക്കെ കടന്നു നോക്കുക നല്ല രീതിയിലായി. പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല അഭിപ്രായം. ഗവൺമെൻറ് ആശുപത്രിയുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് ആശുപത്രി അങ്ങനെ തന്നെ കിടക്കുമല്ലേ, പൊളിച്ച് കിടക്കുമല്ലേ. അത് ശരിയാക്കണം. മന്ത്രിയായ വീണ ജോർജിന് അത് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഒരു പാർട്ടിക്കാരനാണ്. ഞാനിവിടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് CPM-ൻ്റെ. എനിക്ക് അവരെ പറ്റി നല്ല അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പാർട്ടിക്കാരിയും പിന്നെ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അവരെ പറ്റി യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ പ്രതിപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളൊക്കെ അവരെ പറ്റി മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നു. അതിപ്പോൾ ഞാനിപ്പോൾ മന്ത്രിയായിട്ടിരുന്നാലും എന്നെപ്പറ്റി പലതും പറയും. ശരിയല്ലേ? എന്നാൽ അവർ പ്രത്യേകിച്ച് പിന്നെന്ന് പറയാനില്ല. അവർ പിന്നെ ഒരു പത്രപ്രവർത്തകയൊക്കെ ആയിരുന്നു. അവർക്ക് ആരോഗ്യ മേഖലയെ പറ്റി അതെനിക്ക് അറിയാമോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവർ ഞങ്ങളുടെ അടുത്തൊക്കെ ഉള്ള കാഴ്ചപ്പാടൊക്കെയാണ്. നമുക്ക് പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിലാണ് ഈ പാലം വന്ന നിമിത്തം എത്രയോ കടകൾ ഇവിടെ ഇങ്ങനെ നശിച്ച് നാളാണക്കലായിട്ട് കിടക്കുക. എല്ലാം എത്ര നാളുകൊണ്ട് ഈ പാലം ഇങ്ങനെ കിടക്കുക. നല്ല റോഡും നല്ല കച്ചവടവും കാര്യങ്ങളും എല്ലാം ഉള്ളടമായിരുന്നു ഇവിടെ. അതെല്ലാം ഇങ്ങനെ കിടക്കുന്നു. ഞങ്ങൾക്ക് നമ്മുടെ കാര്യമൊന്നും അറിയാനും പ്രവർത്തിക്കാനും ഒന്നും വരുന്നുമില്ല. അതൊന്നുമില്ല. നമ്മളൊക്കെ പാവങ്ങളില്ലേ. എൻ്റെ 2 കുഞ്ഞുങ്ങൾ പഠിച്ചേച്ച് നിൽക്കുക. അതുങ്ങൾക്ക് ജോലിയൊന്നും ആയില്ല. അന്നൊരു ദിവസം ഇവിടെ അടുത്താളത്തെ പരിപാടി വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. അന്നേരം അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയില്ല. അങ്ങനെയൊക്കെയുള്ള അല്ല, നമ്മളെ എല്ലാ പാവങ്ങളാണ്. അവരെയൊക്കെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഒരു ഞങ്ങളുടെ വാർഡ് ഇവിടെ SP ഓഫീസിൻ്റെ മേളിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ആ വാർഡിലുള്ള കൗൺസിലർമാരോട് ആ വാർഡിൽ എത്ര പാവങ്ങളുണ്ട് അതൊക്കെ ചോദിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെ വേണ്ട ചെയ്യാൻ. അങ്ങനൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വീണ ജോർജിന് നല്ല ഇതായിട്ട് പോവും. പക്ഷേ അതൊന്നും ഇല്ല. എനിക്കതേ പറയാനുള്ളൂ. പാവങ്ങളെ കരുതണം.
അല്ലേ? പണക്കാരെ തന്നെ വളർത്തിക്കൊണ്ടിരുന്ന നമുക്കെന്താ കിട്ടുമായിരുന്നു? കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കാല് വയ്യാത്തവളാണ്, വെരിക്കോസ് വന്ന് പൊട്ടി, അതുപോലെ ഹാർട്ടിന് ഇപ്പോൾ സുഖമില്ല. അപ്പം ഈ മുറുക്കാനും ഈ ലോട്ടറി വിൽക്കുന്നുണ്ട്, ലോട്ടറിക്കകത്തൊന്നും പ്രൈസ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞു പോകും. ഇച്ചിരി കടമൊക്കെ ഉണ്ട്. എൻ്റെ പെൺകുഞ്ഞിൻ്റെ കല്യാണക്കാരൊക്കെ വരുന്നുണ്ട്, പക്ഷെങ്കിൽ അങ്ങനെ കെട്ടിക്കാൻ അങ്ങനെ ഭയങ്കര വിഷമമാണ് ഞങ്ങളുടെ ജീവിതം. പിന്നെ പെൺകുഞ്ഞ് ഇപ്പോൾ ചെറുതായിട്ട് ICICI ബാങ്കിലോട്ട് കയറി, ഇപ്പം BA വരെ പഠിച്ച്. ഞാൻ പട്ടിണിയാണെങ്കിലും അതുങ്ങളെ അത്ര പഠിപ്പിച്ചു. മോനെ ആണെങ്കിൽ മെർച്ചനെ പഠിപ്പിച്ചു. ഞങ്ങളുടെ വാർഡിലെ കൗൺസിലറുണ്ട് ജോൺസൺ എന്ന് പറയുന്നത്. അവരൊക്കെ നമ്മളോട്, അവർക്കും ഇല്ല, അവരും കഷ്ടപ്പെട്ട് കഴിയുന്നില്ല, അവർക്കും തരാനൊന്നും ഇല്ല. എന്നാലും അവർ കഴിയുന്നത് നമ്മളോട് ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഏത് പാർട്ടിയാണെന്ന് പറഞ്ഞാലും പാവങ്ങളോട് കരുതൽ വേണം. അതേ ഉള്ളൂ. എൻ്റെ പാവങ്ങളെ അറിഞ്ഞ്, പാവങ്ങൾ എത്രയോ ഓരോരുത്തരൊക്കെ എൻ്റെ അടുത്ത് വന്ന് കരയുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ല, മക്കളെ വീട് പട്ടിണിയാണ്, അത് കെട്ടിയാൻ കൂലിപ്പണിക്ക് പോയാൽ കുടിച്ചേച്ച് വന്ന് കിടന്ന് അടിയും പ്രശ്നങ്ങളും. ഞാൻ എത്ര പേരെ വീട്ടു ജോലിക്ക് പത്രത്തിൽ വായിച്ചിട്ട് ആ നമ്പറിൽ കൂടെ ഓരോരുത്തരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എനിക്ക് പോകാൻ വയ്യ, എൻ്റെ വെരിക്കോസ് വന്ന് പൊട്ടി, ഈ വെരിക്കോസ് കാല് വന്നേ പൊട്ടി നീരൊക്കെ ആയി. ഒത്തിരി ആൾ ഞാൻ കിടപ്പായിരുന്നു, എനിക്ക് കടമുണ്ട്. ഇപ്പോൾ വേല ചെയ്ത് ഇപ്പോൾ ഇവിടെ ഈ ലോട്ടറിക്കകത്ത് പോലും ഒന്നും കിട്ടുന്നില്ല. കിട്ടിയിരുന്ന അങ്ങനെയും കടങ്ങൾ വീടായിരുന്നു. അപ്പോൾ കടക്കാർ വിളിച്ചുകൊണ്ടേ ഇരിക്കും. KLM ലോൺ എടുത്തപ്പോഴാണ് ഞാൻ അത് കിടപ്പായി. ഇന്നലെയും വിളിച്ചിട്ട് പറഞ്ഞു പൈസ അടയ്ക്കണം, പിന്നെ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് ആത്മഹത്യ ചെയ്യാനേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമോ വിഷമം. പിന്നെ എൻ്റെ കെട്ടിയവന് ആസ്മയുടെ അസുഖമൊക്കെയാണ്. പിന്നെ അവിടെ റോഡ് സൈഡിൽ 2 പിള്ളേർ കൂടി ഒരു ചായക്കട തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോയി ആ പിള്ളേർ ഉള്ള ചില്ലറ കൊടുക്കും. അങ്ങനെ കഴിഞ്ഞ് പോകും. 2 കുഞ്ഞുങ്ങളും പഠിച്ചിരിക്കും, ജോലിയൊന്നും ആയില്ല. വീണ ജോർജിനെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ്. വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങൾ, ഈ പാലമാണോ വികസനമായിട്ട് ഇതാകുന്നത്? ഇത്രയും ബ്ലോക്ക് ഇല്ലാത്ത ഒരിടത്ത് ഈ പാലത്തിൻ്റെ ആവശ്യകത ഉണ്ടോ? അതായത് പാലം വരേണ്ടത് സെൻട്രൽ ജംഗ്ഷൻ മുതൽ പിന്നെ മസ്ജിദ് റോഡ് അവിടെയാണ് വരേണ്ടത്. പിന്നെ ഈ ഇപ്പം ആശുപത്രിയിൽ ഡോക്ടർമാരില്ല. പിന്നെന്തുവാ, രാത്രി ഒരു 11 മണി കഴിഞ്ഞിട്ട് ഒരു ആരോഗ്യമന്ത്രിയുള്ള നാടാണ്. 11 മണി കഴിഞ്ഞിട്ട് ഒരു മെഡിക്കൽ ഷോപ്പ് ഇവിടെ ഇല്ല. നിങ്ങളിറങ്ങി നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ. ഇവിടെ സുഖവാസത്തിന് പോയി റൂം എടുത്താൽ 2000 രൂപയേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കിടന്നു കഴിഞ്ഞാൽ 3200 രൂപയാണ് റൂമിനെടുക്കുന്നത്. ഒരു രോഗിയായിട്ട് പോയി കിടന്നാൽ അതിനെക്കുറിച്ച് ഒന്ന് നിങ്ങളൊരു ഇത് ചെയ്യണം. കാരണം ഒരു ഡെങ്കിപ്പനി പിടിച്ച അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പിത്തം വന്ന ഐസൊലേഷൻ വാർഡെന്ന് പറഞ്ഞ് മാറ്റുക. ആ പ്രൈവറ്റ് ഇതിൽ 3200 രൂപ 3400 രൂപയാണ് ഒരു റൂമിന് ഒരു ദിവസത്തെ വാടക ഈടാക്കുന്നത്. ഇതൊക്കെ ആരോഗ്യമന്ത്രി അറിയണ്ടേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് നഷ്ടമായി പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ മേൽപ്പാലം ഇങ്ങനെ വരുന്നത് അവിടെയും ഇവിടെ ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇരിക്കുന്നത്. പിന്നെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എത്രയോ വർഷം കൊണ്ട് പൊളിച്ചിട്ടേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതിപ്പോൾ എല്ലാം കോന്നിക്ക് കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഈ 12 ഉള്ളവരെല്ലാം കോന്നിക്ക് പോകത്തില്ലല്ലോ എന്തായാലും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. ആറന്മുള മണ്ഡലത്തിൽ കഴിഞ്ഞ 25 വർഷം പിന്നോട്ടടിച്ചിരിക്കുകയാണ് ഈ വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം. 18 മാസം കൊണ്ട് തുടങ്ങുമെന്ന് പറഞ്ഞൊരു മേൽപ്പാലം 4.5 വർഷമായിട്ടും ഈ 100ഓളം വ്യാപാരികളുടെ അന്നം മുട്ടിയിരിക്കുകയാണ്. പലരും വ്യാപാര സ്ഥാപനങ്ങൾ നിർത്തി നാട് വിടേണ്ട അവസ്ഥ വന്നു. അങ്ങനെ പല പദ്ധതികളും അവർ MLA ആയതിനു ശേഷവും മന്ത്രിയായതിനു ശേഷവും ഒരു പദ്ധതി പോലും തുടങ്ങി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഈ ആറന്മുള മണ്ഡലത്തിലില്ല. അത്രത്തോളം പരാജയമാണ് ഈ വീണ ജോർജ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏറ്റവും മോശം MLAക്കുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് വീണ ജോർജിനാണ് കൊടുക്കുന്നത്. മന്ത്രി തീരെ പരാജയമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡ്, ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് തന്നെ ഇവിടെ നല്ലൊരു ശതമാനം കച്ചവടക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ കടയിലും 3, 4, 5 സ്റ്റാഫുകളുണ്ടായിരുന്നു. ഇവിടെ ഒരു ആവശ്യമില്ലാത്തൊരു പദ്ധതി അബാൻ മേൽപ്പാലം കൊണ്ടുവന്ന് അതായത് ഇവിടുത്തെ കച്ചവട മേഖല നശിച്ചു. അതായത് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം കച്ചവടം ഉപേക്ഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് 18 മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ ഒരു മേൽപ്പാലമായിരുന്നു. ഇതിപ്പം പാലം പണിയുന്ന 2 പേരാണ്.
ഇവിടെ ഇപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ ബുദ്ധിമുട്ടാവുകയും ഒക്കെ ചെയ്ത് ജനങ്ങൾ ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയായിപ്പോയി. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ആൾക്കാർ ഇവിടെ ഇപ്പോൾ കച്ചവടം ചെയ്യാൻ നിൽക്കുന്നില്ല. അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രി, പിന്നെ എല്ലാ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് പൊളിച്ചിട്ടേക്കുവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയം, അതൊക്കെ എന്ന് പറയുമ്പോൾ എളുപ്പം പണി തീർക്കാവുന്നേ ഉള്ളൂ. അവർ ചെയ്യുന്നില്ല, എന്തുവാന്ന് അറിയത്തില്ല. വീണ ജോർജിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നത്, അതിപ്പം അവർ നല്ല രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ അല്ലേ ചെയ്തു വരുന്നത്. അപ്പം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൂടെയാണ് ഇപ്പോഴ് കണ്ടുവരുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും ഇതുപോലെ ഇരിക്കട്ടെ എന്ന്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൂടുതൽ പരിചയമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ കണ്ടു കേട്ട് പ്രസംഗമൊക്കെ കേൾക്കുന്നതേ ഉള്ളൂ. നല്ല പ്രവർത്തനം. ഒരു പാലം തുടങ്ങി, വർഷം കുറേയായി. അവിടെ എത്തിയില്ല, ഇവിടെ എത്തിയില്ല, നിൽക്കുക പാലം. വളരെ മെച്ചമായിട്ട് തന്നെയാണ്. കുഴപ്പമില്ല. പ്രവർത്തനത്തിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവർ MLA ആയിട്ട് നിന്ന സമയത്തുള്ള പോലുള്ള പ്രവർത്തി ഇതൊന്നും ഇപ്പം ഇല്ല ഉള്ളല്ലേ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇത് തന്നെയാണ്. പക്ഷെ ആ രീതിയിലുള്ള പാർപ്പിടണം. പക്ഷേ അവർ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ ഉദാഹരണമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഇതൊക്കെ നോക്കിക്കുക. ഇതിൻ്റെ ഇപ്പോൾ എത്ര കൊല്ലമാണ് ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കും. ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇതെല്ലാം ഇപ്പം തന്നെ ഉദാഹരണമായിട്ട് ഇതാണ്ട് ഇവിടെ കണ്ടില്ലേ, ബസ് സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റിയുടെ വകയാണ്, എന്നാലും കണ്ടില്ലേ കിടക്കുന്ന കിട. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്സ് ലീഡറായ, അതായത് ഭരണാധികാരിയുടെ കൈകളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർ അതുപോലെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നല്ലതെന്ന് പറയാൻ പറ്റും. മനസ്സിലായി. എന്നാൽ പണ്ട് അവർ MLA ആയിരുന്നപ്പം നല്ലപോലുള്ള വർക്കിംഗ് കാര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ മന്ത്രി ആയതുകൊണ്ട് അവർ കേരളം മൊത്തം നോക്കണമായിരിക്കും, അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പുള്ളിക്കാരിയുടെ കഴിവ് പോലൊക്കെ ഇടപെടുന്നുണ്ട്. പിന്നെ ജനം ഏതായാലും നല്ലത് പുറത്ത് കാട്ടുകയില്ലല്ലോ. ഒരു ജനവും പുറത്ത് കാട്ടുമോ? നല്ലത് പുറത്ത് കാട്ടുകയില്ല. അവർ ഇവിടെ റോങ്ങായിട്ടുള്ള എന്തോ ഉണ്ടോ അത് തെരഞ്ഞു പിടിച്ച് സംശയത്ത് കൊണ്ടുവരാൻ നോക്കും. നന്മ ചെയ്താൽ ആരും അത് കൂടുതൽ പറയുകയുമില്ല, എടുക്കുകയില്ല. അതേ എനിക്ക് പറയാനുള്ളൂ. നല്ല പ്രവർത്തനമൊക്കെ ആയിരുന്നു, നല്ലതായിട്ട്. പിന്നെ നമ്മുടെ കോട്ടയത്തെ ആ കെട്ടിടം പൊളിഞ്ഞു പോയില്ലേ, അതിൻ്റെ ആയിട്ടുള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ കിടന്നതാണ്. അങ്ങനെ എൻ്റെ ചേട്ടത്തിയുടെ മോളെയും കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനെ കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ കിടന്ന്. അത് ഗൈനക്ക് വാർഡിലായിരുന്നു. ആ ഗൈനക്ക് വാർഡിൽ കിടന്ന് യൂട്രസും പിന്നെ റിമൂവ് ചെയ്ത് പിന്നെ ഓവറി എടുത്ത് എല്ലാം എടുത്ത് കഴിഞ്ഞ് അവിടെ കിടന്ന് കഴിഞ്ഞ് ആ തയ്യലെല്ലാം വിട്ടുപോയി പഴുപ്പും എല്ലാം ചാടി അങ്ങനെ വന്ന് കുഞ്ഞിൻ്റെ കുടലെല്ലാം വെളി വന്ന് കഴിഞ്ഞ് പിന്നെ ആ ഡോക്ടർമാർ, ഗൈനക്കിലെ ഡോക്ടർമാർ എന്തെല്ലാം പറഞ്ഞെന്നറിയാം. എൻ്റെ കുഞ്ഞിനെ എന്തെല്ലാം പറഞ്ഞ് വൃത്തിയില്ലാത്തതാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ടിങ് ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാനിങ്ങനെ പോകുന്നായിരുന്നു. അവിടെ കിടന്ന് ബഹളം വെച്ച് പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ സർജനെ കാണാൻ എൻ്റെ ചേട്ടത്തിയുടെ മോള് തന്നെ സർജനെ കാണാൻ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ വന്ന് സർജൻ വന്ന് കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ച് ഞങ്ങൾക്ക് തന്ന് സർജൻ. അങ്ങനെ ഒരവസ്ഥ വന്ന് ഇപ്പം പിന്നെ കോട്ടയത്തു നിന്ന് വന്നിട്ട് ഇപ്പം 2 ദിവസമായി. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ആ തയ്യലെല്ലാം അങ്ങ് വിട്ടുപോയിട്ട് സർജൻ അത് രണ്ടാമത് എല്ലാം റീ ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് അകത്തുനിന്ന് പഴുപ്പെല്ലാം മാറ്റി അത് മുറിവ് ഉണക്കി ഇപ്പം നല്ലതായി, നല്ല വൃത്തിയാക്കി ഇപ്പം നല്ല മുറിവൊക്കെ കരിഞ്ഞു. വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ റിംഗ് റോഡിൽ കൂടിയുള്ള മേൽപ്പാലമായാലും മറ്റ് പാലങ്ങളൊക്കെ തന്നെ അതിനെല്ലാം തുടക്കമിട്ടിട്ടുണ്ട്. ഇതെല്ലാം പൂർത്തീകരിക്കേണ്ട സമയമാവുന്നുണ്ട്. വീണ ജോർജിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷമായി ഇവിടുത്തെ MLA ആണ്. 5 വർഷമായി നമ്മുടെ മന്ത്രി എന്ന നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വീണ ജോർജ് വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അപ്പോൾ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുന്ന സമയമായതുകൊണ്ട് എതിരാളികളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരും വളരെ ഇടിച്ചു കാണിക്കത്തക്ക രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. എന്നാൽ വീണ ജോർജിൻ്റെ കഴിവിനനുസരിച്ച് ആരോഗ്യരംഗത്തായാലും ശിശുക്ഷേമ വകുപ്പിലായാലും അതുപോലെ തന്നെ സ്ത്രീ സംരക്ഷണ മേഖലയിലും തന്നാൽ കഴിവിയത് രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പെട്രോൾ അടിച്ചോ എല്ലാം ടാക്സ് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ ഇത്രയും വണ്ടി ഓടുന്നു. റോഡ് നന്നാക്കുക. ഇവിടെ റോഡ് നന്നായിട്ടില്ല. എവിടെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ചെറിയ മെയിൻ റോഡ് തന്നെയല്ല, ഞങ്ങളുടെ അവിടുത്തെ റോഡൊക്കെ കുളമാണ്, വർഷങ്ങളായിട്ട് കുളമാണ്.
ആരോട് പറയാൻ? മെമ്പറോട് പറയുമ്പോൾ പറയും ഈ ഇത് വേറെ എന്നാ എല്ലാ വസ്തുവിൻ്റെ അതിര് പോലെ റോഡ് തിരിച്ചേക്കുന്നത്, ഇത് അവരുടെ ഏറിയ, ഇത് ഇവരുടെ ഏറിയ. ആരോട് പറയാനാ? വീണാ ജോർജിനോട് ഇത് പറഞ്ഞിട്ടില്ലേ? നമ്മൾ ആരെ കൊണ്ട് പറയാൻ? നമ്മൾ ചെന്ന് വീണ ജോർജിനെ കാണണമെന്ന് പറഞ്ഞാൽ ഒക്കുമോ? ജനങ്ങളെ വിലയിരുത്തുന്നത് ആവറേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സമ്പൂർണ്ണമല്ല, ഒരു പൂർണ്ണമായ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ പോലും ആവറേജ്. മോശപ്പെട്ട നിലയിലാണല്ലോ പോകുന്നത്. പിന്നെ ഉപകരണങ്ങൾ കിട്ടുന്നില്ല, അതുപോലെ മെഡിക്കൽ കോളേജുകൾ ഉപകരണങ്ങൾ കിട്ടുന്നില്ല, പിന്നെ അതുപോലെ ഹോസ്പിറ്റലുകൾ തകർന്നു വീഴുന്നത് പരിഹരിക്കുന്നില്ല, ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കി കാണേണ്ട ഒരാളാണ് MLA എന്ന നിലയിൽ, ഈ മണ്ഡലത്തിൻ്റെ ആളെന്ന നിലയിൽ വീണ ജോർജ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അത്തരം കാര്യങ്ങളിൽ. വീണ ജോർജിൻ്റെ വില പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് പോയതാണ്, പക്ഷെ നമ്മളൊരു കാര്യം സാധിച്ചിട്ട് നമ്മളവർ കാണാത്ത മട്ടിൽ അവർ പോയത്, സാധിച്ചു തന്നില്ല ഉള്ള കാര്യം പറഞ്ഞാൽ. പിന്നെ നമ്മളവരൊരു മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യം എന്തുവാ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.